ഹലോ. ഞാനിപ്പോൾ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് ഒരു വർഷമാകാൻ പോകുന്നു. കഴിഞ്ഞ വർഷം ജൂലൈ ഫസ്റ്റിനാണ് ഞാൻ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തത്. വീടിൻ്റെ അടുത്തുള്ള ആലുവയിലുള്ള തുർക്കി ക്ലിനിക്കിലാണ് ചെയ്തത്. അന്ന് പെർ ഗ്രാഫ്റ്റ് 16 രൂപയായിരുന്നു. 2600 ഗ്രാഫ്റ്റ് മൊത്തം ചെയ്തതായിരുന്നു. ഇപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്ന് പറയാനായിട്ട് ഇതാണ്. ഇപ്പം എൻ്റെ ഹെയർ ലൈൻ അന്ന് 1 ഇഞ്ച് മേളിലോളം കയറിയിരിക്കണമായിരുന്നു. എൻ്റെ ഹെയർ ലൈൻ അത് 1 ഇഞ്ചോളം താഴേക്ക് ഇറക്കിയായിരുന്നു. ഇതൊക്കെയാണ് അതിൻ്റെ റിസൾട്ട്. കുഴപ്പമൊന്നുമില്ല. പിന്നെ നാച്ചുറൽ ആയിട്ടുള്ള വളർച്ച തന്നെ. ഞാൻ പ്രത്യേകിച്ച് മിനോക്സിലോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടിയ 2 PRPയും പിന്നെ ജസ്റ്റ് ഒരു RGFCയും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. അത് എടുത്തിട്ട് എനിക്ക് പ്രത്യേകിച്ചൊരു റിസൾട്ടൊന്നും കിട്ടിയൊന്നുമില്ല. എക്സസ് ചെയ്യണ മുടിയുടെ തിക്നെസ്സോ അങ്ങനെ കാര്യങ്ങളൊന്നും കൂടിയൊന്നുമില്ല. ഡോക്ടർ പറഞ്ഞ എക്സസ് ചെയ്യണ മുടിക്ക് ഒന്നുകൂടെ ലൈഫ് സ്പാൻ കൂടുന്നതാണ്. പക്ഷെ എൻ്റെ കൊഴിച്ചിലൊക്കെ സെയിം തന്നെയായിരുന്നു. സാധാ പോലെയൊക്കെ തന്നെ. അതിന് വലിയ മാറ്റമൊന്നും തോന്നിയൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ 6 GFCയും കൂടി എടുത്ത് കഴിഞ്ഞപ്പോൾ പിന്നെ നിർത്തിയായിരുന്നു. GFC ഒരു സിറ്റിങ്ങിന് 3000 രൂപയായിരുന്നു വന്നുകൊണ്ടിരുന്നത്. പിന്നെ മിനോക്സിലൊന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് വളർച്ച എൻ്റെ വളർന്നു തുടങ്ങിയൊരു 6 മാസം വരെ വളർച്ച ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് വളർന്നതൊക്കെ. പിന്നെ നമ്മുടെ പുറകിലത്തെ ഗ്രാഫ്റ്റിൻ്റെ ക്വാളിറ്റി അനുസരിച്ചായിരിക്കും ബാക്കിയുള്ള റിസൾട്ടൊക്കെ. ഈ ഒരു എൻ്റെ ഈ സ്കാൽപ്പ് കാണുന്നതൊക്കെ ഈ GFC ഒക്കെ എടുക്കുന്നതിന് മുന്നേ ഉണ്ടായിരുന്നു. അതിനൊന്നും ഒരു മാറ്റം ഉണ്ടായില്ല. ഡോക്ടറോട് ചോദിച്ചപ്പോൾ ചിലവർക്കത് എഫക്റ്റ് ചെയ്യും, ബാക്കിയുള്ളവർക്ക് എഫക്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എഫക്റ്റ് ചെയ്യാത്തവർ പെട്ടതായിട്ടാണ് ഞാൻ. എനിക്കതുകൊണ്ട് GFC ഞാൻ എടുക്കൽ നിർത്തിയായിരുന്നു ഡോക്ടറോട് ചോദിച്ചിട്ട് തന്നെ. പകരം യൂസ് ചെയ്യാൻ പറഞ്ഞത് മിനോക്സിലാണ്. പക്ഷെ അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണമെന്നുള്ളതുകൊണ്ട് ഞാൻ എടുക്കാൻ തന്നെയില്ല. പിന്നെ ഇപ്പോഴത്തെ റിസൾട്ടിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. കുഴപ്പമൊന്നുമില്ല. മുടിയില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ജസ്റ്റ് ഇപ്പോൾ കവറപ്പ് ചെയ്ത് വെക്കാനൊക്കെ പറ്റുന്നുണ്ട്. പൊക്കി ഇരണേനൊന്നും കുഴപ്പമൊന്നുമില്ല. അതുപോലെ പണ്ട് ബൈക്കിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടി ശരിക്കും ഇങ്ങനെ പറന്ന് പുറകിരിക്കുമ്പോൾ ഭയങ്കര അലമ്പായിട്ടാണ് നോക്കിക്കൊണ്ടത്. ഇതിൽ കൂടുതൽ ഇത്ര ഉണ്ടായിരുന്നുണ്ട് ഭയങ്കരമായിട്ട് പൊങ്ങിയിരിക്കുമ്പോൾ ഭയങ്കര അലമ്പായിട്ട് നോക്കിക്കൊണ്ട്. അത് കുഴപ്പമില്ല. പിന്നെ നാച്ചുറൽ ലുക്ക് തന്നെയാണ് ഹെയർ ലൈനൊക്കെ കിട്ടിയേക്കുന്നത്. പിന്നെ ക്വാളിറ്റി നമ്മുടെ പുറകിൽ നിന്ന് പറിച്ചെടുക്കുന്ന ഗ്രാഫ്റ്റിൻ്റെ ക്വാളിറ്റി അനുസരിച്ചായിരിക്കും നമുക്ക് ഫ്രണ്ടിൽ വെച്ച് പിടിപ്പിക്കുന്ന മുടിയുടെ ഒരു ക്വാളിറ്റി. എൻ്റെ ഓൾറെഡി തിന്നായിട്ടുള്ള മുടികളായിരുന്നു. എന്നാലും കുഴപ്പമൊന്നുമില്ല. പിന്നുള്ളത് തിക്നെസ് നാച്ചുറൽ തിക്നെസ് എത്തൂല. നമുക്ക് ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള തിക്നെസ് തന്നെയാണ്. അത് എന്തോ അടുപ്പിച്ച് വെക്കുന്നതിന് ഒരു പരിധിയുണ്ട്. ഇപ്പം ഡെൻസിറ്റി അത്രയ്ക്കില്ല, അകന്നകന്നൊക്കെ തന്നെയാണ്. അതുപോലെ എന്താ ഈ ഒരു ഇതിലൊക്കെയാണ് എൻ്റെ മുടി വെച്ച് പിടിപ്പിച്ചേക്കുന്നത്. പിന്നീടുള്ളത് ഈ നല്ല വെട്ടത്തൊക്കെ നിൽക്കുമ്പോൾ ഉള്ളുകുറവ് പോലെ തോന്നിക്കും. വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. സാറ്റിസ്ഫൈഡ് തന്നെയാണ് റിസൾട്ടിന്. അതുപോലെ ട്രാൻസ്പ്ലാന്റേഷൻ കഴിയുമ്പോൾ എല്ലാ ഡോക്ടേഴ്സും മിനോക്സിൽ യൂസ് ചെയ്യാനായിട്ട് പറയും. ഞാനത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണമെന്നുള്ളതുകൊണ്ട് ജീവിതാവസാനം വരെ യൂസ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ മിനോക്സിൽ യൂസ് ചെയ്തപ്പോൾ വന്ന മുടിയൊക്കെ കൊഴിഞ്ഞു പോകും. അത് ഞാൻ പിന്നെ അത് എടുക്കാണ്ടിരുന്നത്. പിന്നെ നിലവിലുള്ള എക്സിസ്റ്റ് ചെയ്യുന്ന മുടികൾക്കെല്ലാം ഈ മിനോക്സിൽ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് കൊണ്ട് എല്ലാ മുടികളും നന്നായിട്ട് വളരും. അപ്പോൾ നമ്മൾ നിർത്തുമ്പോൾ ആ മുടികളെല്ലാം കൊഴിഞ്ഞു പോകും. അതാണ് ഈ ആൾക്കാരെ നിർത്തി കഴിയുമ്പോൾ കൊഴിച്ചിൽ കൂടി വന്ന മുടിയൊക്കെ പോയെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് മിനോക്സിൽ എടുക്കാണ്ടിരുന്നത്. മിനോക്സിൽ എടുത്തില്ലെങ്കിലും ഈ ഒരു വളർച്ചയൊക്കെ കിട്ടും എല്ലാവർക്കും. അതുകൊണ്ട് ആരും പേടിക്കൊന്നും വേണ്ട. മിനോക്സിൽ എടുത്തില്ലെങ്കിലും വിഷയമൊന്നുമില്ല. ഇപ്പം മുടി അങ്ങനെ വേണേൽ ഈരണേനൊന്നും വിഷയമൊന്നുമില്ല. എങ്ങനെ വേണേലും ഈരിയൊക്കെ വെക്കാം. അപ്പോൾ ഒരു കഷണ്ടി ആവുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നല്ലൊരു റിസൾട്ടാണ് ഇപ്പോൾ എനിക്ക് കിട്ടിയേക്കുന്നത് ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട്. ഞാനിതിൽ സാറ്റിസ്ഫൈഡ് ആണ്. കണ്ടോ, കുഴപ്പമൊന്നുമില്ല. എങ്ങനെ നോക്കിയാലും കുഴപ്പമില്ല. പണ്ടത്തെ എൻ്റെ വീഡിയോ കണ്ടവർക്ക് അറിയാൻ പറ്റും എൻ്റെ ഒരു അന്ന് എങ്ങനെ ഇരുന്നതെന്നുള്ളതൊക്കെ. വിഷയമൊന്നുമില്ല. എങ്ങനെ വേണേലും ഈരി വെക്കാം. പുറത്തിറങ്ങണേന് കുഴപ്പമില്ല. കോൺഫിഡൻസ് കൂടി. നൗ ഐ എം ഹാപ്പി വിത്ത് ദിസ് റിസൾട്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ എൻ്റെ വീഡിയോ.